ഇന്നത്തെ റെസിപ്പി കിടിലൻ ടേസ്റ്റുള്ള ബിരിയാണിയാണ്. തുടക്കക്കാർക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണി കൂടിയാണിത്. ചിക്കനൊക്കെ പൊരിച്ചിട്ട് ദം ചെയ്തെടുക്കുന്ന ഈ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 4 കപ്പ് അരിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കൈമ റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും നല്ലത് ജീരകശാല അരിയാണ്. അത് കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് ബിരിയാണി തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 5-6 പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ധാരാളം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു അരമണിക്കൂർ കുതിരാൻ വെക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 1 കിലോ ചിക്കനാണ്. ഒരു മീഡിയം സൈസായിട്ടാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു കോഴിമുട്ട ഇട്ട് കൊടുക്കാം. ഇനി കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കും കേട്ടോ. ഇനിയൊരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെളുത്തുള്ളി, 1/4 കപ്പ് ഇഞ്ചി, ഒരു 8-9 പച്ചമുളക് എന്നിവ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി 6 മീഡിയം സൈസുള്ള സവാള കനം കുറച്ച് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയുടെ പകുതി നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണം കേട്ടോ. ഇതിലേക്ക് എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വറുത്തെടുക്കുമ്പോൾ ഉള്ളിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഉള്ളി കരിഞ്ഞു പോകാതെ നോക്കണം. അതുകൊണ്ട് ഫ്ലെയിം ഒരു മീഡിയത്തിൽ ഇട്ട് കൊടുത്താൽ മതിയേ. ഇപ്പോൾ ഇത് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ നോക്കണം. ഇതിന് കോരി മാറ്റി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ എണ്ണയിൽ നിന്നും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലാണ് നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഉള്ളി വാട്ടിയ എണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. ഇനി ഈ എണ്ണയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ പൊരിച്ചെടുക്കണം കേട്ടോ. തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ചിക്കന് കുറേ ടൈം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഹാർഡായി പോകും. പെട്ടെന്ന് തന്നെ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കണം. അപ്പോൾ 2 വശവും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുകയും വേണം. ഇപ്പോൾ ഒരു വശം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 വശവും നന്നായിട്ട് മുരിഞ്ഞ് വെന്ത് വന്ന ടൈമിൽ നമുക്കിത് കോരി മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു പാർട്ട് മാത്രമാണ് വറുത്തെടുത്തിരിക്കുന്നത്. ഇനി അടുത്തതും ഇതേമാതിരി തന്നെ വറുത്തെടുക്കാം. ഇനി അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം കേട്ടോ. ചിക്കൻ്റെ മസാലയൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ ഉള്ളി വാട്ടിയിരിക്കുന്ന എണ്ണ ബാക്കി വെച്ചിരുന്നില്ലേ, അതിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി പകുതി ഉള്ളി മാറ്റി വെച്ചില്ലേ, അത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. വല്ലാതെ ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല. ഉള്ളി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മാത്രം മതിയേ. ഇനി നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇതിൽ നിന്നും ഒരു 1/4 ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഇനി ഇതിലേക്ക് 3 തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം മൂടി വെക്കാം. മൂടി വെക്കുമ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരുന്നതാണ്. നമുക്കൊരു കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, അതിൽ നിന്നും പകുതി ഭാഗം എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 4 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് മല്ലിയില, 1/2 കപ്പ് പുതിനയില, 1 ടീസ്പൂൺ നെയ്യ് എന്നിവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മൂടി വെച്ച് ഒരു 6 മിനിറ്റ് നേരം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി അടിക്കട്ടിയുള്ള വലിയൊരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. നമുക്ക് ദമ്മൊക്കെ ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 4 ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂണ് നെയ്യും ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇതൊരു പകുതി നമ്മൾ വറുത്ത് വരുമ്പോൾ ഇതിലേക്ക് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് കോരി മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കാവുന്നതാണ്. ഇതിൻ്റെ അളവ് നമുക്ക് ഓരോരുത്തരും ഇഷ്ടമാതിരി കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ചിലർക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്നും ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ളവർ ഇതിൻ്റെ അളവ് കുറച്ചെടുത്താൽ മതിയേ. 1 ബേ ലീഫ്, 5 ഗ്രാമ്പു, 6 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം തക്കോലം, ഒരു കറുവാപ്പട്ട, ഒരു 3 മീഡിയം സൈസാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വാടി വരുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പിന് 1.5 കപ്പ് വെച്ചാണ് ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് മാറ്റി വെച്ചിരുന്നില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് അരി ചേർത്ത് കൊടുക്കാം. അരി കഴുകി ഊറ്റി വെച്ചതായിരുന്നേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ടൈമിൽ തീ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അരി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നിങ്ങൾ ഉപ്പ് നോക്കണം. ഉപ്പ് ഒരു പിടി മുമ്പിൽ നിൽക്കണം കേട്ടോ. 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത ശേഷം തിളച്ച ശേഷം മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 2-3 പ്രാവശ്യം ഞാനിത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ, അല്ലെങ്കിൽ അടി പിടിച്ച് പോകും. ചോറൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നല്ലവണ്ണം വെന്തിട്ടില്ല. ഒരു 90% വേവിച്ചെടുത്തിരിക്കുന്നത്. ബാക്കി 10% ദമ്മ് ചെയ്യുമ്പോൾ വേവുന്നതാണ്. ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പല അരികളുടെയും വേവ് വ്യത്യസ്തമായിരിക്കും കേട്ടോ. അപ്പോൾ അഥവാ അരി വെന്തിട്ടില്ലെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് അരി വേവിച്ചെടുക്കണം. ഇനി ഈ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ ഇറച്ചി മസാല റെഡിയാക്കി വെച്ചിരുന്നില്ലേ ചിക്കൻ്റെ, അതും ചിക്കനും എല്ലാം കൂടി ഇതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പകുതി ചോറ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അധികമാകരുത് കേട്ടോ, ഒന്നും കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ അളവിൽ ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, അതിൽ നിന്നും കുറച്ചെടുത്ത് ഇതിലേക്ക് ഒന്ന് വീശിക്കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം.
ഇനി വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ചിട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നേരത്തെ നമ്മൾ ഉള്ളി വാട്ടിയിരുന്ന എണ്ണ ഉണ്ടല്ലോ, അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചോറും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു തവി വെച്ച് ചോറ് എല്ലാ വശങ്ങളിലേക്കും ഒരേ മാതിരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത മാതിരി ഉള്ളി വറുത്തതും അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ മല്ലിച്ചപ്പ് പുതിന ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. മല്ലിച്ചപ്പും പുതിനയും എല്ലാതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ അലൂമിനിയം ഫോയിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. തീരെ ആവി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അലൂമിനിയം ഫോയിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് മൂടി വെക്കുന്നത്. ഇനി നിങ്ങൾ മൈദ ഇതിൻ്റെ അരികിൽ ഒട്ടിച്ചു ഉണ്ടെങ്കിൽ ഈ അലൂമിനിയം ഫോയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ. മൈദ ഒട്ടിച്ച ശേഷം മൂടി വെച്ച് കൊടുത്താൽ മതി. നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നതാണ്. ഇനി ഇത് ഡയറക്റ്റായിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ. പഴയ ഒരു പാനിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത്. തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഏകദേശം ഒരു 20 മിനിറ്റോളം ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ആവി വരണം കേട്ടോ, എന്നാലാണ് നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇനി ഇപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല സാധാണ്, കഴിക്കാനും നല്ല രുചിയുണ്ട് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതൊരു ഒരു പ്ലേറ്റിലേക്ക് ഞാൻ കുറച്ച് എടുത്ത് ഒന്ന് വെക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ചോറ് ഇതിൻ്റെ മുകളിൽ നിന്ന് എടുക്കാം. അതിനുശേഷം ചിക്കനും മസാലയും കൂടി എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ സാലഡ് കൂടി അച്ചാറും കൂടി കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.